ഹായ് ഫ്രണ്ട്സ്, ഫ്രീ സ്റ്റൈൽസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് പനീറിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ നമുക്ക് ഈസിയായി എങ്ങനെ പനീർ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഹോം മെയ്ഡ് പനീറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു ലിറ്റർ പാല് ഇവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര പുളിനാരങ്ങ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഊറ്റിച്ച് കൊടുക്കാം. പാലിങ്ങനെ കുറച്ച് പതച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്കൊരു അരമുടി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പാല് നന്നായി പിരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് നന്നായി പിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു തുണി വെച്ച് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ താഴെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ആ പിരിഞ്ഞ പാല് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായി പിഴിഞ്ഞെടുക്കാം. അപ്പം ഇതിൽ വെള്ളവും ഇപ്പോൾ ഊറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു കിഴി പോലെ കെട്ടിയിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അരിപ്പയിൽ വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് ഒരു നല്ല വെയിറ്റുള്ളൊരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചതായി വെച്ച് കൊടുത്താലും മതി. ഒന്ന് ഏകദേശം 1 മണിക്കൂറിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതിലുള്ള പനീറിലുള്ള വെള്ളം മുഴുവനും ഊറ്റിക്കളയണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു വെയിറ്റുള്ളൊരു കല്ലിൻ്റെ ഇരിക്കുന്ന കല്ലാണ് ഞാൻ എടുത്തിട്ട് മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 1 മണിക്കൂറായിട്ട് നോക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ നമ്മൾ നന്നായി കെട്ടി അതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ മുഴുവനായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതായിരുന്നു. നമ്മൾ ഹോം മെയ്ഡ് പനീർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. എങ്ങനെ സൂക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചെടുക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പനീർ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അടപ്പും കൂടി വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. നമുക്കിതിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പനീർ റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് പനീറാണെന്ന് കണ്ടാൽ തന്നെ ആരും ഒരിക്കലും പറയില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിലും ഫാമിലിക്കും ആയിട്ട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.